ഇപ്പോൾ CPIM നേതാവ് CS സുജാത കൂടി ചേരുകയാണ്. സുജാത, നമ്മൾ ഈ 1000 രൂപ 2025 പ്രഖ്യാപിക്കുന്നത് അതൊരു വലിയ തുക ആണ് എന്നുള്ളത് കൊണ്ടല്ല. ഈ നാട്ടിലെ സ്ത്രീ സമൂഹത്തിന് 35-നും 60-നും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീ സമൂഹത്തിന് അവർ വീടിൻ്റെ അകത്തളങ്ങളിൽ നിൽക്കുന്ന മറ്റു വരുമാനങ്ങളൊന്നുമില്ലാത്ത, എന്നാൽ ആ കുടുംബത്തിൻ്റെ ഒക്കെ അത്താണിയായി മാറുന്ന അവർക്ക് നൽകുന്ന ആത്മവിശ്വാസമായിരുന്നു, ചേർത്ത് പിടിക്കലായിരുന്നു. അതാണ് ഇപ്പോൾ അട്ടിമറിക്കാൻ നോക്കുന്നത്. ശ്രീമതി സുജാത. സ്ത്രീകളുടെ അധ്വാനത്തെ മാനിക്കുന്ന സർക്കാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ആ നിലയിൽ തന്നെയാണ്. സമീപകാലത്ത് SBI നടത്തിയ ഒരു പഠനം ഉണ്ടായിരുന്നല്ലോ. ഇന്ത്യയിലെ സ്ത്രീകൾ GDP-യുടെ 6.5% തുകയുടെ അധ്വാനം രാജ്യത്തിന് സംഭാവന ചെയ്യുന്നു. 22 ലക്ഷം കോടി രൂപയുടെ അധ്വാനമാണ് സ്ത്രീകൾ രാജ്യത്തിന് സംഭാവന ചെയ്യുന്നത്. എന്നാൽ ആരും ആ രൂപത്തിലുള്ള ഒരു പരിഗണന കൊടുത്തിട്ടില്ല. അങ്ങനെ ആ ഒരു ഘട്ടത്തിലാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ 35-നും 60-നും ഇടയിൽ പ്രായമുള്ള വീട്ടമ്മമാരായിട്ടുള്ള സഹോദരിമാരെ ഇങ്ങനെ കുടുംബത്തെ സഹായിക്കുകയും സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന സ്ത്രീകൾക്ക് 1000 രൂപ വീതം സ്ത്രീ സുരക്ഷാ പദ്ധതി എന്നാണ് അതിന്റെ പേര്. പെൻഷനല്ല, സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരം ഈ രൂപ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. 3720 കോടി രൂപയാണ് അതിനുവേണ്ടി ഗവൺമെന്റ് മാറ്റി വെച്ചിട്ടുള്ളത്. അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീ KM ബാലഗോപാൽ വളരെ കൃത്യമായി അതിനെ സംബന്ധിച്ച് പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. അത് ആണ് ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 മാസമായി ആ തുക സ്ത്രീകൾക്ക് കിട്ടിയിരുന്നില്ല. നേരത്തെ പറഞ്ഞത് ഇങ്ങനെ പ്രഖ്യാപനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പ്രഖ്യാപിച്ച തുക കൃത്യമായി സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് നൽകുകയുണ്ടായി. സ്ത്രീകളെ സംബന്ധിച്ച് അതൊരു വലിയ ആശ്വാസം തന്നെയായിരുന്നു. അത് ഒരു ചെറിയ കാര്യമല്ല. മറ്റൊരു ഇന്ത്യയിൽ ഒരു ഗവൺമെന്റും ചെയ്യാത്ത, ചില ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് ഇത്തിരി കാശ് കൊടുക്കും, പിന്നീട് അത് ഇല്ലാതാക്കും. ഇത് അങ്ങനെയല്ല. ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സ്റ്റേറ്റ് സെക്രട്ടറി കൂടിയാണ്. ഞങ്ങൾ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വളരെ ശക്തമായി വില്ലേജ് യൂണിറ്റ് അടിസ്ഥാനത്തിൽ മഹിളകളുടെ പ്രതിഷേധ പരിപാടി ഇതിനകം തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓരോ പ്രദേശത്തും ഈ തുക സുരക്ഷാ പദ്ധതി പ്രകാരം സഹായം കൈപ്പറ്റുന്ന സ്ത്രീകള് അത് ലഭിക്കാത്തതിന്റെ പ്രയാസം ഞങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട്. ശക്തമായി തന്നെ ഇത് ലഭ്യമാക്കുന്ന. സുജാത, നമ്മൾ കഴിഞ്ഞ ദിവസം കാണുകയാണ് കേരളത്തിലെ KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യം പ്രഖ്യാപിക്കുന്നു. ഒരുപക്ഷെ നമുക്ക് സംശയം തോന്നും, ഈ ഒരു സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കാൻ വേണ്ടിയാണോ ഇത്തരത്തിൽ ഓർഡിനറി ബസ്സുകളിൽ ഈ ഒരു സൗജന്യ യാത്ര? ആ സൗജന്യ യാത്രയുടെ വിശദാംശങ്ങളിലേക്ക് പിന്നീട് നമുക്ക് പോകാം. തിരുവനന്തപുരത്ത് ഓർഡിനറി ബസ്സുകളിലെല്ലാം ഫാസ്റ്റ് എന്ന് എഴുതുകയാണ്, ഓർഡിനറി ഫാസ്റ്റ് എന്ന് എഴുതി രേഖപ്പെടുത്തുകയാണ്. ആ രീതിയിൽ അതിനെ അട്ടിമറിക്കുകയാണ്. പക്ഷേ ആ ഒരു ആനുകൂല്യം നൽകുന്നത് കൊണ്ട് ഈ ഒരു പദ്ധതി ഇല്ലാതാക്കാം എന്നൊരു തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും. ശ്രീമതി സുജാത. നമുക്കത് കാത്തിരുന്ന് തന്നെ കാണാം. കാരണം യഥാർത്ഥത്തില് സഹോദരിമാരെ സഹായിക്കുന്ന പദ്ധതി ആര് പ്രഖ്യാപിച്ചാലും അത് മോശമാണെന്ന് ഞാൻ പറയില്ല, നല്ലത് തന്നെയാണ്. ഇപ്പൊ സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യ യാത്ര അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞു. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നാ പറഞ്ഞത്, അല്ല ഓർഡിനറി ബസ്സൊന്നല്ല. സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാം. അപ്പൊ സ്വാഭാവികമായിട്ടും സ്ത്രീകളെല്ലാം ആ നിലയിൽ തന്നെയാണ് അത് യാത്ര ചെയ്യാമെന്ന് കരുതിയിരുന്നു. പക്ഷെ എന്നാൽ പിന്നീടാണ് അറിയാൻ കഴിയുന്നത് അത് ഓർഡിനറി ബസ്സുകളിലായി ലിമിറ്റ് ചെയ്തിരിക്കുന്നുവെന്ന്. ആ ഓർഡിനറി ബസ് തന്നെ തലസ്ഥാന നഗരിയിലെ ഓർഡിനറി ബസ് മുഴുവൻ ടൗൺ ഫാസ്റ്റ് ബസ്സാക്കി മാറ്റി. അപ്പോ ടൗണിലൂടെ ഓടുന്ന ബസ്സിൽ കയറാൻ സഹോദരിമാര് ചെന്നപ്പോഴാണ് അറിയുന്നത് നിങ്ങളുടെ ബസ് ഇന്ന് മുതൽ ടൗൺ ഫാസ്റ്റ് ബസ്സിൽ കൺസെഷൻ ഇല്ല എന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ അത് ഒരു സ്ത്രീകളോട് അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അവരുടെ പ്രകടന പത്രികയിൽ അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു പദ്ധതിയാണ്. ആ പദ്ധതി ഇങ്ങനെ നാമമാത്രമായ ഓർഡിനറി ബസ്സിൽ മാത്രമാക്കി ചുരുക്കുന്ന തെരഞ്ഞെടുപ്പ് കൊടുത്ത ഒരു വാഗ്ദാനമാണ് ഇവിടെ അട്ടിമറിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഏതാണ്ട് സൗജന്യ യാത്രയും ഗവൺമെന്റ് കൊടുത്ത ഈ ഒരു പെൻഷനും എല്ലാം അവർ ഇപ്പോൾ ഇല്ലാതാകുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചത് വളരെ പ്രയാസകരമായ ഒരു സാഹചര്യമാണ്. ഇലക്ഷൻ കാലത്ത് പറയുന്ന കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അതൊക്കെ തിരിച്ചറിയാനുള്ള ശേഷി ഇവിടുത്തെ സഹോദരിമാർക്കുണ്ട്. അതാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. നന്ദി
ശ്രീമതി CS സുജാത.